നമ്മളതിൽ സോഡിയം ഉണ്ട്, എന്നിട്ട് ഈ വെള്ളത്തിലിട്ടു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് കത്തി കൊണ്ട് പോലും മുറിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോഡിയം എന്ന് പറയുന്ന ലോഹത്തിനെ കുറിച്ചാണ്. അപ്പോൾ സോഡിയത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഡിഗ്രിയിൽ വെച്ചിരുന്ന ഒരു രസകരമായിട്ടുള്ള സംഭവത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രിയിൽ കെമിസ്ട്രി എടുത്തവർക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗാനിക് അനാലിസിസ് എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് ഈ മെറ്റാലിക് സോഡിയം ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സോഡിയം എല്ലാം കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മണ്ണെണ്ണയിലിട്ട് വെച്ചേക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഈ സംഭവം ഇതിന് സോഡിയം എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ പറ്റി അങ്ങനെ മൊത്തത്തിൽ കൊണ്ട് കത്തി കയറി പൊട്ടിത്തെറിച്ച് ഈ ഒരാൾ പൊക്കത്തിൽ തീപ്പന്തം വരുന്നു ലാബിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അപ്പം തന്നെ പുറത്തോട്ട് ഓടിയതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, ആകെ തീർന്നെന്നാണ് വിചാരിച്ചിരുന്നത്. അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് ഈ സാധനം. ഇപ്പോൾ സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പ് അലുമിനിയം ഒക്കെ പോലെയുള്ള ഒരുതരം ലോഹം തന്നെയാണ്. പക്ഷേ ഈ സംഭവത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുമ്പിന് അലുമിനിയത്തിനൊന്നും പോലെ ഒരു സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പിനില്ല. ഇത് പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള മറ്റ് രാസവസ്തുക്കളായിട്ടൊക്കെ തന്മാത്രയായിട്ടുള്ള പ്രതിപ്രവർത്തിച്ചിട്ട് വേറെ വേറെ രാസവസ്തുക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യം. ഇനി വെള്ളത്തിലിട്ടാൽ പൊട്ടിത്തെറിക്കുന്ന കാര്യമാണ് നമുക്കറിയാവുന്നത്. ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സോഡിയം വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഈ സോഡിയം വെള്ളമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തെളിയിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. എന്നുവെച്ചാൽ ഈ വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത് ന്യൂട്രലായിരിക്കും, ഏതാണ്ട് 7 അടുത്തൊക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ ഇതിൻ്റെ അകത്ത് മുക്കുമ്പോൾ അതിൻ്റെ നിറം മാറില്ല. ഇനി ഇതിൻ്റെ അകത്തൊരു സോഡിയം എടുത്തിടാം. ഈ സോഡിയം ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ടാവും. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഈ വെള്ളത്തിൽ കലർന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ആ ഒരു pH എന്ന് പറയുന്നത് കൂട്ടും. അതിന് വെള്ളം ഒരു ക്ഷാര രസത്തിലുള്ളതായിട്ട് മാറും. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ നമുക്ക് ഈ ചുവന്ന ലിറ്റ്മസ് എന്ന് പറയുന്നത് ഒരു നീല നിറമായിട്ട് മാറും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ ചുവന്ന ലിറ്റ്മസിൻ്റെ അകത്ത് മുക്കിക്കഴിയുമ്പോൾ ഈ സംഭവം നീലമായിട്ട് മാറി. അതിനർത്ഥം ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷാരം ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ശരിക്കും ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ഇനി ഇത് എന്തുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ ഈ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ സോഡിയം പൊട്ടിത്തെറിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് വെള്ളമായിട്ട് സോഡിയം റിയാക്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ നിന്ന് ഹൈഡ്രജനാണ് പുറത്ത് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് കുറേ അധികം ഹൈഡ്രജൻ വാതകം പുറത്ത് വരുമ്പം ഇതിൻ്റെ ചൂടും കാരണം ഹൈഡ്രജൻ പെട്ടെന്ന് കത്തും. ഹൈഡ്രജൻ പെട്ടെന്ന് കത്തുമ്പോൾ ഇതങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ബക്കറ്റിലെടുത്ത വെള്ളത്തിൽ ഹൈഡ്രജൻ ഗ്യാസിന് പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുപ്പിക്കകത്ത് സോഡിയം ഇട്ട് വയ്ക്കാം. അതായത് ഇതിൻ്റെ അകത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുകയാണെങ്കിൽ പതുക്കെ ഇത് പുറത്തു പോകും. അപ്പോൾ എന്തുമാത്രം ശക്തിയിൽ ഇത് പൊട്ടിത്തെറിക്കുന്നു നമ്മൾ. എന്താണോ പറഞ്ഞത് അത് കണക്ക് തന്നെയാണ് സംഭവിച്ചത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും, ഞാൻ പറഞ്ഞ ആ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായതിനു ശേഷമാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് കുപ്പിക്കകത്തായതുകൊണ്ട് അതിൻ്റെ അകത്ത് നിറഞ്ഞു. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറിന് സംഭവിച്ചു. ഒന്നുകൊണ്ട് നമുക്കിത് ചെയ്തു നോക്കാം. കുപ്പിയിലോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ